ബദർ യുദ്ധം കഴിഞ്ഞ് ഒരാഴ്ചത്തെ വിശ്രമം ഉണ്ടായിട്ടുള്ള അടുത്ത പരിപാടി പുറപ്പെടുകയാണ്. ബനു സുലൈം ഗോത്രത്തിന് നേരെ പുറപ്പെട്ടു. ബദർ യുദ്ധം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തിയ 8-ാം ദിവസം തിരുമേനിയും സഹാബികളും ബനു സുലൈം ഗോത്രക്കാരുടെ നേരെ പുറപ്പെട്ടു. മദീനയുടെ കാര്യനിർവഹണം മറ്റേ ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെ പോയിട്ട് ബനു സുലൈം ഗോത്രക്കാർ മുസ്ലിങ്ങളുമായി എതിർക്കാൻ മുമ്പോട്ട് വന്നില്ല. അവർ ആ പ്രദേശം വിട്ട് ഓടിക്കളയുകയും ചെയ്തു. അവരുടെ വളർത്തുമൃഗങ്ങളെയെല്ലാം കൈയൊഴിച്ചുകൊണ്ടാണ് ആ യഹൂദികൾ തടി തപ്പിയത്. അവർ വിട്ടേച്ചു പോയ ആടുകളെയും പശുക്കളെയും ഒട്ടകങ്ങളെയും മുസ്ലിങ്ങൾ കരസ്ഥമാക്കി. മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഒട്ടകങ്ങളുടെ എണ്ണം 500 അത് കഴിഞ്ഞു. ബനു ഹിജ്റ 3 ദുൽഖഅദ് മാസത്തില് ബനു ഖൈനുഖ എന്ന് പറയുന്ന ജൂതഗോത്രത്തിന് നേരെ അടുത്ത റെയ്ഡ്. അങ്ങനെ പോയി 15 ദിവസം ആ ഗോത്രത്തെ വളഞ്ഞു വെച്ചു. എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച് ആ ഗോത്രം നാടുവിട്ട് ഓടിപ്പോയി. തിരുമേനിയും സൈന്യവും ബഹ്തായിലേക്ക് പുറപ്പെട്ടത്. അംസയാണ് യാത്രയിൽ നേതൃത്വം വഹിച്ചത്. മുസ്ലിങ്ങൾ യഹൂദരുടെ അഭയകേന്ദ്രമായ കോട്ട വളഞ്ഞു. അവസാനം അധികാരികൾ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. തങ്ങളുടെ മുതലുകളൊന്നും കയ്യിലെടുക്കാതെ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി നാടുവിട്ടുകൊള്ളാമെന്ന ഉപാധിയിന്മേലാണ് അവർ കീഴടങ്ങിയത്. ആ ഉപാധി തിരുമേനി സ്വീകരിച്ചു. അതനുസരിച്ച് ആ ജൂതഗോത്രം ശാമിലേക്ക് പോയി. നിരവധി സ്വത്തുക്കളും യുദ്ധസാധനങ്ങളും മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. അതിൽ നിന്ന് 3 വില്ലുകളും 2 പടയങ്കികളും 3 കുന്തങ്ങളും 3 വാളുകളും തിരുമേനി സ്വന്തമായി എടുക്കുകയും ഒരു പടയങ്കി മുഹമ്മദ് ബിൻ മസ്ലമത്ത് അങ്ങനെയുള്ളവർക്ക് ഓരിവെക്കുകയും ചെയ്തു. ഇവിടെ എല്ലാം ഓരോ അക്രമം കഴിഞ്ഞു വരുമ്പോഴും കിട്ടിയ മുതലിന്റെ കണക്ക് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മളെ സംഘടനാകാര്യമൊന്നല്ല, എല്ലാ കണക്കൊക്കെ വളരെ സുതാര്യമായ കണക്കാണ് കിതാബിലുണ്ട്. സാലിം ഇബ്നു ഉബൈറിന്റെ വീരസാഹസം. പിന്നെ ഇത് 120 വയസ്സായ ഹിജ്റ 3 വർഷത്തിൽ തന്നെ നടന്ന 120 വയസ്സായ അഫക്ക് എന്ന് പറയുന്ന ഒരു കവിയെ, ഒരു പടുകിളവനെ ഒരാൾ പോയിട്ട് ചതിയിൽ കൊന്ന കഥയാണ് ഇത്. സാലിം ഇബ്നു ഉബൈർ. ഇതൊക്കെ വളരെ പ്രസിദ്ധമായ കഥകളാണ്. അതൊന്നും ഞാൻ വായിക്കുന്നില്ല. ചതിയിലാണ് ആ വൃദ്ധനെ പോയി കൊന്നിട്ട് അയാളുടെ തലയും കൊണ്ട് വരുന്നത്. ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണ്, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. അത് ഹിജ്റ 3 പലതവണ കൊള്ളയ്ക്ക് പോയി. അബൂ സുഫിയാനും സംഘവും സവീക്ക് എന്ന പലഹാര സാധനങ്ങളുമായി പോകുമ്പോൾ ആക്രമിച്ചു. അവർ പലഹാരം വലിച്ചെറിഞ്ഞ് ഓടിപ്പോയപ്പോൾ ആ പലഹാരം എല്ലാം കൈക്കലാക്കി. അതാണ് സവീക്ക് യുദ്ധം. കർക്കറത്തുൽ ഖദീർ എന്ന സ്ഥലത്ത് ജൂതഗോത്രത്തെ കൊള്ളയടിച്ചു. അവരോടിപ്പോയി, അവരുടെ സ്വത്തെല്ലാം പിടിച്ചെടുത്തു. റബീഉൽ അവ്വലില് ഗത്ഫാൻ ഗോത്രത്തെ ആക്രമിച്ചു, കീഴടക്കി. ബഹ്റാൻ ഗോത്രത്തെ ആക്രമിച്ചു, അവരോടിപ്പോയി. ഇതെല്ലാം ചുരുക്കി പറയാണ്. അങ്ങനെ അടുത്തത് ബനു നദീർ ഗോത്രത്തിന്റെ തലവനായിരുന്ന, അവിടുത്തെ ഒരു വലിയ പ്രമാണിയും പണ്ഡിതനും ഒക്കെ ആയിരുന്ന കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാൻ മുഹമ്മദിനെതിരായിട്ട് എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് നടത്തുകയും കവിത ചൊല്ലുകയും അയാൾക്കെതിരായി ആളുകളെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചതിയിൽ കൊല്ലാൻ ഒരു സംഘത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നു. ആ സംഘത്തിൽ ആ മനുഷ്യനുമായി വളരെ അടുത്ത പരിചയവും ബന്ധവും ഉണ്ടായിരുന്ന ഒരാൾ തന്നെ ആ ചതി കൊല ഏറ്റെടുക്കുന്നു. അയാളെ പോയിട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ട് 2-3 ആൾക്കാർ, അയാള് മധുവിധു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പുതിയ പെണ്ണ് കെട്ടിയിട്ട്. അപ്പം മൂപ്പര് തലയിൽ നല്ല സുഗന്ധമൊക്കെ പൂശിയിരുന്നു. അപ്പോൾ ആ സുഗന്ധം ഇങ്ങനെ എല്ലാവരും കൂടെ മണത്തോക്കിയിട്ട് മണത്തോക്കട പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അയാളുടെ തല വന്ന് മണക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ മുടി പിടിച്ചു വെട്ടിക്കോ എന്ന് പറഞ്ഞു. മറ്റേ ആൾ തലയും വെട്ടി, ആ തലയും തൂക്കി പിടിച്ച് നബീൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാണ്. ഖുറൈശി കച്ചവട സംഘം ഈ ഒരു സംഭവത്തോടു കൂടി കച്ചവടത്തിനുള്ള യാത്രയ്ക്കുള്ള വഴിയെല്ലാം മാറ്റി മറ്റു പല വഴിക്കും പോകാൻ തുടങ്ങി. അതും കണ്ടുപിടിച്ച് ആ വഴിയിലും കൊള്ളയടിക്കാൻ പോയി എന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ തുടർച്ചയായിട്ട് പിന്നെ വരുന്നുണ്ട്. ഖുറൈശികൾ ഓടിക്കളഞ്ഞു. അവർ ഇട്ടേച്ചു പോയ വസ്തുക്കൾ ഗനീമത്തായി മുസ്ലിങ്ങൾ കൈയടക്കി. ആകെ 1,00,000 വെള്ളി വിലക്കുള്ള സാധനങ്ങൾ ഈ സംഭവത്തിൽ ഗനീമത്തായി കിട്ടി. അതിൽ 5-ൽ 4 ഓഹരി യുദ്ധയാത്രയിൽ പങ്കെടുത്ത യോദ്ധാക്കൾക്ക് വീതിച്ചു. 5-ൽ 1 എപ്പോഴും അള്ളാഹ്ക്കുള്ളതാണ്. കാരണം അള്ളാഹ്ക്കും വേണമല്ലോ കമ്മീഷൻ, മൂപ്പരെ സഹായിച്ചു കൊടുക്കണല്ലോ. അപ്പം അത് ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ട് കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന മുതലിൽ എപ്പോഴും 5-ൽ 1 അള്ളാഹ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്കുള്ളത് സ്വാഭാവികമായിട്ടും ഉഹ്ദ്. ഈ ബദർ യുദ്ധം നടന്നു. ഈ 70 പേരെ കൊല്ലുകയും 70 പേരെ തടവിലാക്കി വിറ്റ് കാശാക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി മക്കക്കാർക്ക് ഡിഫൻസ് വേണ്ടി വന്നു. ഡിഫൻസ് വേണ്ടി വന്നു. ഖുറൈശികൾ അവർ ഡിഫൻസിന്റെ ഭാഗമായിട്ട്
മുഹമ്മദിനെയും സംഘത്തെയും പ്രത്യാക്രമണം നടത്താനായി സജ്ജീകരണങ്ങളോടുകൂടി പുറപ്പെട്ടു. ആ യുദ്ധത്തിൽ മുഹമ്മദ് പരാജയപ്പെട്ടു, ദയനീയമായി പരാജയപ്പെട്ടു. 70 പേര് നേരത്തെ ബദർ യുദ്ധത്തിൽ അപ്പുറത്ത് മരിച്ചത് 70 പേരാണെങ്കിൽ ഉഹുദ് യുദ്ധത്തിൽ ഇപ്പുറത്ത് 70 പേര് മരിച്ചു. അപ്പുറത്ത് ആകെ 3-4 പേരെ മരിച്ചുള്ളൂ, 8-10 പേരെ മരിച്ചുള്ളൂ. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന്റെ കഥ അതിനേക്കാൾ വലിയ രസകരമായ കഥയാണ്. പരാജയപ്പെട്ടതിന്റെ കാരണം അള്ളാഹു പിന്നെ വിശദീകരിക്കുന്നുണ്ട്. യുദ്ധരംഗം പന്തിയല്ല എന്ന് കണ്ടപ്പോൾ അള്ളാഹു മലക്കുകളും ആദ്യം കണ്ടം വഴി ഓടി. എന്നിട്ട് പിന്നെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു തിരിച്ചു വന്നിട്ട് തോറ്റേന്റെ കാരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അതിനേക്കാളും വലിയ രസമാണ്. ആ തോറ്റേന്റെ കാരണം പറയുന്നത് ഒരു ബുഖാരി ഹദീസാണ്. ഈ ഹദീസ് മൊത്തമൊന്നും ഞാൻ വായിക്കണില്ല. അതിൽ രസകരമായ ഒരു കാര്യം മാത്രം വായിക്കാം. ഈ ഉഹുദ് യുദ്ധം നടക്കുമ്പോൾ ഉഹുദ് മലയുടെ ഒരു ചെരിവിൽ ആ ഭാഗത്തുകൂടെ മറ്റേ എതിർ സൈന്യം കടന്നു വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെരുവിൽ കുറെ പട്ടാളക്കാരെ കാവല് നിർത്തിയിരുന്നു മുഹമ്മദ് നബി. അവര് ആ കാവല് നിന്ന വഴി അവിടുന്ന് അവർ മാറിക്കഴിഞ്ഞാൽ അപ്പുറത്തുകൂടെ മറ്റവർക്ക് ഒന്നായിട്ട് കയറി വന്നിട്ട് ഇവരെ ആക്രമിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ കാവല് നിർത്തിയത്. പക്ഷേ ഈ ഖുറൈശികൾ മക്കക്കാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഘട്ടം വന്നപ്പോൾ യുദ്ധത്തിൽ അവർ തോറ്റു എന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാവാം അവർ നിലയും വിളിയും കൂടിക്കൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളെല്ലാം തുണിയും പൊക്കിക്കൊണ്ട് ഈ പട്ടാളക്കാരെ മുമ്പ് കൂടെ ഓടി. ഇതിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്, ഞാൻ പറയുന്നതല്ല. അങ്ങനെ അവർ നിലവിളിച്ചുകൊണ്ട് ഈ തുണിയും പൊക്കി ഓടുന്നത് കണ്ടപ്പോ യുദ്ധം നമ്മൾ ജയിച്ചേക്കണം, ഗനീമത്ത് അതാ മണ്ടുണ്ടാടാ മണ്ടിക്കുളി എന്ന് പറഞ്ഞിട്ട് ഗനീമത്ത് പിടിച്ചാൻ വേണ്ടി അങ്ങോട്ട് പോയി എല്ലാരും കൂടെ. ഈ പെണ്ണുങ്ങളെയും യുദ്ധത്തിൽ ഇട്ടേച്ചു പോയ മുതലും പിടിക്കാൻ വേണ്ടി, ഗനീമത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടെ വാളും കുന്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ സ്വത്ത് പെറുക്കാൻ വേണ്ടി മണ്ടി എന്നാ പറഞ്ഞത്. ആ തഞ്ചം നോക്കിയിട്ട് അവരെല്ലാരും കൂടെ ആ ഗ്യാപ്പിൽ കൂടെ കയറിയിട്ട് അത് ശരിയാക്കി. അങ്ങനെ സമ്പൂർണമായിട്ട് ഇവരെ തോൽപ്പിച്ചു. മലക്കുകളും അള്ളി നേരത്തെ കണ്ടം വഴി ഓടിയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ജിബ്രീലും മീക്കായിലും നബീന്റെ വടവും ബലം നിന്നിട്ട് നബീനെ രക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ആണ് നബി ഗുരുതരമായ പരുക്കുകളോടെ ആണെങ്കിലും രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജിബ്രീലും മീക്കായിലും ഒപ്പം ഉണ്ടായിട്ട് പോലും പല്ലുപൊട്ടി, ചുണ്ടുപൊട്ടി, തലപൊട്ടി, കാലൊടിഞ്ഞു, കുഴിയിൽ വീണ് ബോധം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് നബിക്ക് പോലും. എന്നിട്ട് നബി മരിച്ചു എന്ന് മറ്റവരെ തെറ്റിദ്ധരിപ്പിച്ചു. നബി മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അവരതിലൊക്കെ റോന്ത് ചുറ്റി ഒരു വിളിച്ചൊക്കെ ചോദിച്ചു. അപ്പം മരിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ യുദ്ധം ജയിച്ച് തിരിച്ച് പോയത്. അവിടെ നിങ്ങൾ ആലോചിക്കുക, അവര് ആ യുദ്ധം കഴിഞ്ഞ ഉടനെ വേണമെങ്കിൽ അവർക്ക് നേരെ മദീനയിലേക്ക് മാർച്ച് ചെയ്യാമായിരുന്നു. മദീനയിൽ നബിയെ സഹായിക്കുന്ന ഗോത്രങ്ങളെ അവിടെ വെച്ച് അവർക്ക് തകർക്കാമായിരുന്നു. പക്ഷേ അവർ മദീനയിലേക്ക് മാർച്ച് ചെയ്തില്ല. ആ യുദ്ധത്തിൽ ഈ പടയങ്കിയും മറ്റേ വസ്ത്രങ്ങളും ഇവരുടെ മുതലും പിടിച്ചെടുക്കാനും അവർ നിന്നില്ല. അവർക്ക് ഗനീമത്തൊന്നും വേണ്ട. അവരവരുടെ പ്രതികാരം പൂർത്തിയാക്കി തിരിച്ചു പോവുകയാണ് മക്കക്കാര് ചെയ്തത്. ഇവിടെ അള്ളയും മലക്കുകളും ചതിച്ചു എന്നുള്ള ഒരു സംസാരമാണ് പിന്നെ മുഹമ്മദിന്റെ അനുയായികൾക്കിടയിൽ വന്നത്. സ്വാഭാവികമായിട്ട് എവിടെങ്ങളെ അള്ളാഹു, എവിടെങ്ങളെ മലക്കുകൾ, നിങ്ങളെ നമ്മളെ പറ്റിച്ചില്ലേ എന്ന മട്ടിൽ കൂടെ ഉണ്ടായിരുന്നവർ നബിയെ കുറ്റപ്പെടുത്തി. ആ കുറ്റപ്പെടുത്തലെല്ലാം കൂടെ കേട്ടപ്പോ അള്ളാഹു ആയത്തിറക്കി, ഇങ്ങള് ഗനീമത്ത് പിടിച്ചാൽ മണ്ടിയിട്ടാണ് തോറ്റത്, നബി നിങ്ങളെ പിന്നെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ അതൊന്നും കേൾക്കാതെ ഗനീമത്തിന് ആക്രാന്തം കാണിച്ചിട്ട് നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടാണ് ഞാനും മലക്കളും മണ്ടിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യുദ്ധം തോറ്റതിനുള്ള ന്യായീകരണം ഖുർആനിൽ പറയുന്ന 3-ാം അധ്യായത്തിലെ ഈ 3 വാക്യങ്ങൾ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കണില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഓതി നോക്കി. ഇവിടെയാണ് ഈ പട്ടാളക്കാര് ഗനീമത്ത് മാന്താൻ ആക്രാന്തം കാണിച്ചതിന്റെ കാരണം വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. എന്താ കാരണം എന്നറിയോ? ബദർ യുദ്ധത്തിൽ നബി പറഞ്ഞിരുന്നു, കിട്ടിയവർക്ക്, ഞാൻ വായിച്ചല്ലോ നേരത്തെ, കിട്ടിയവർക്ക് എന്നുള്ള സിദ്ധാന്തം ബദർ യുദ്ധത്തിൽ പറഞ്ഞതുകൊണ്ട് ഓരോരുത്തർക്കും ഇപ്പൊ കിട്ടണത് എടുത്തില്ലെങ്കിൽ പിന്നെ നബി എന്നെ കക്കും. നബി ബദർ യുദ്ധത്തിൽ അങ്ങനെയാ കാട്ടിയത് നമ്മളോട്. ഒരു സിൽക്കിന്റെ നല്ല ഭംഗിയുള്ള ഒരു സിൽക്കിന്റെ ചുവന്ന എന്തോ വസ്ത്രം ഉണ്ടായിരുന്നു ആ മുതലില്.
മുതൽ ഊരിയേക്കാൻ നേരത്തെ അത് കാണാനില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് മൂപ്പരെടുത്തിട്ടുണ്ടാവും. ഈ പുസ്തകത്തിൽ പറയുന്നതാണ്. അൽ അമീൻ, വിശ്വസ്തൻ എന്ന് മക്കയിലെ ആളുകൾ വിശ്വസിച്ചിരുന്ന എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് നബി ബദർ യുദ്ധത്തിലെ ഗനീമത്ത് മുതലിൽ നിന്ന് പലതും മോഷ്ടിച്ചു എന്ന് ഈ സഹാബികൾ തന്നെ സംശയിച്ചു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ എത്രത്തോളം അൽ അമീനായിരുന്നു എന്നാലോചിച്ച് നോക്ക്. ധനം ആര് പിടിച്ചെടുത്തുവോ അവർക്കുള്ളതാണ് ഗനീമത്ത്, പങ്കുവെക്കേണ്ടതില്ല എന്ന് നബി പറഞ്ഞേക്കുമോ എന്ന് നാം ഭയപ്പെടുന്നു. അങ്ങനെ വന്നാൽ നമുക്ക് മുതലിൽ പങ്കുണ്ടാവുകയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആക്രാന്തം പിടിച്ചത് എന്ന് ഇത് കൂറ്റനാടിന്റെ തഫ്സീറിന് എടുത്തതാണ്. ഖുർആനിൽ അതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ആളുകൾ നബി തന്നെ മോഷ്ടിച്ചെടുത്തു എന്ന ആരോപണം ഉന്നയിച്ചപ്പോ അള്ളാഹു വന്ന് ഇറക്കിയ ആയത്ത്, ഒരു പ്രവാചകനും വല്ലതും അങ്ങനെ മോഷ്ടിച്ചെടുക്കുക എന്ന് ഉണ്ടാകാവതല്ല. വല്ലവനും അങ്ങനെ എടുത്താൽ തന്നെ താൻ വഞ്ചിച്ചെടുത്ത സാധനവുമായി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ വരുന്നതാണ്. അനന്തരം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചു വെച്ചതിന്റെ ഫലം പൂർണ്ണമായി ഞാൻ നൽകപ്പെടും. അവരോട് ഒരു അനീതിയും കാണിക്കപ്പെടുന്നതല്ല. ഇനി അഥവാ മൂപ്പർ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ബേജാറാവണ്ട, മൂപ്പർക്ക് പരലോകത്ത് ഞാൻ കൊടുത്തോളാം അതിന്റെ അർത്ഥം. അതാണ് ആയത്തിറക്കിയത്. അങ്ങനെ ആയത്തിറക്കിയിട്ട് അവരെ അള്ളാഹു സമാധാനാക്കി. വെൽവെറ്റ് കട്ടതിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. Some red velvet acquired as booty from the idolaters at the battle of Badr was unaccounted for, and some people said, perhaps it is the prophet who took it. അത് മിക്കവാറും മൂപ്പരനെ എടുത്തതാവും എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാണ്. ബൂട്ടി ഈ മുതൽ ഊരിയൊക്കെ നേരത്ത് കണ്ടില്ല, അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു ആയത്ത് ഇറക്കിയത്. ഇതാണ് ഉഹുദ് യുദ്ധം. ഇനി അത് കഴിഞ്ഞു ഹിജ്റ 4-ാം വർഷം മുഹറം മാസം നജ്ദ് ദേശത്തെ അസദ് ഗോത്രത്തെ കൊള്ള ചെയ്യാൻ അബൂ സൽമത്തും 150 പേരും പോയി. അവര് ജീവനും കൊണ്ട് ഓടിപ്പോയി അവരുടെ സ്വത്തുക്കൾ. മുസ്ലിം സേനയെ കണ്ടപ്പോൾ ആ പ്രതിയോഗികൾ ഓടിക്കളഞ്ഞു. അടിമകളായ 3 പേരെ മുസ്ലിങ്ങൾ ബന്ധനസ്ഥരാക്കി. ശത്രുക്കളുടെ കാലികളടക്കമുള്ള സ്വത്തുക്കൾ മുസ്ലിങ്ങൾ കണ്ടെടുത്തു. 7-ാമത്തെ ദിവസം അവർ മദീനയിൽ തിരിച്ചെത്തി. യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ട മുതലുകൾ വ്യവസ്ഥയനുസരിച്ച് ഭാഗിച്ചപ്പോൾ ഓരോരുത്തർക്കും 7 ഒട്ടകങ്ങളെ കിട്ടി. കണക്ക് ക്ലിയറാണ്. അടുത്തത് സുഫിയാനുബിന് ഖാലിദിനെ കൊല്ലുവാൻ തിരുമേനി അബ്ദുല്ലാഹിബിന് ഉനൈസിന് നിർദ്ദേശം നൽകി. ഇദ്ദേഹം ഇതേമാതിരി ഈ കാബിനെ കൊല ചെയ്തതുപോലെ തന്നെ ഒരാളെ കൊല്ലാൻ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു, അയാൾ പോയി കൊല്ലുന്നു എന്നുള്ളതാണ്. അയാളെ എങ്ങനെ കൊന്നതെന്ന് വെച്ചാൽ അയാളെ മുഖസ്തുതി പറഞ്ഞുകൊണ്ട് അയാളുടെ കൂടെ കൂടി വീട്ടിൽ അയാളും ഞാനും മാത്രമായി ഈ കൊല്ലാൻ പോയ ആള് പറയുന്ന നറേഷനാണത്. അന്ന് രാത്രി മറ്റുള്ളവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭീമാകായ എൻ്റെ കഴുത്ത് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ആ തലയും പേറിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു. 18 ദിവസം ഈ തലയും തൂക്കി പിടിച്ചിട്ട് യാത്ര ചെയ്തിട്ടാണ് നബീന്റെ അടുത്ത് തല കൊണ്ട് ചേർത്തത്. ആ തലയുമായി 18-ാമത്തെ ദിവസം മദീനയിലെത്തി. സുഫിയാന്റെ തല ഞാൻ തിരുമേനിയുടെ സന്നിധിയിൽ ഹാജരാക്കിയപ്പോൾ തിരുമേനി എനിക്കൊരു വടി സമ്മാനിക്കുകയും ഈ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടക്കും എന്ന് പറയുകയും ചെയ്തു. ഇയാൾ മരിച്ചപ്പോൾ ഖബറിൽ ആ വടിയും വെച്ച് മൂടിയെന്നാണ്. സ്വർഗത്തേക്ക് വടി കൊണ്ടുപോകാൻ. സുഫിയാന്റെ കൊലയ്ക്ക് പകരം തിരിച്ചും ഒരു ചതി അതേ ഗോത്രം ഇങ്ങോട്ടും പ്രയോഗിച്ചു. അതാണ് അടുത്തത്. അവർ പറഞ്ഞു ഞങ്ങളെ ഗോത്രം മുഴുവനും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഖുറാനും ഹദീസൊക്കെ ഖുറാനൊക്കെ പഠിപ്പിച്ചു തരാൻ കുറച്ച് ആളെ വേണമെന്ന് പറഞ്ഞപ്പോൾ 6 ആൾക്കാരെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. കൊണ്ടോണ വൈക്കലി 6 എണ്ണത്തിനെയും കൊന്നിട്ട് അവര് തിരിച്ച് പണി കൊടുത്തു. അള്ളയും മലക്കുകളും അതും കണ്ടില്ല. അള്ളാഹു അറിയാതെ മറ്റൊരു കൊലച്ചതി കൂടി. വേറൊരു ഗോത്രം, ആ ഗോത്രത്തെ ഇതേമാതിരി മുമ്പ് ഒരിക്കൽ ആക്രമിച്ചതാണ്, അവർ ഓടിപ്പോയതാണ്, അവരുടെ സ്വത്ത് പിടിച്ചെടുത്തതാണ്. ആ ഗോത്രക്കാർ പിന്നെ എന്ത് ചെയ്തു? ആ ഗോത്രത്തിൽ നിന്ന് 2-3 ആൾക്കാർ കുറെ ഒട്ടകങ്ങളെയും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് നബീന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഗോത്രം എന്നായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു, നമുക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഹാഫിളുകളായ കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചു തരണമെന്നാണ്. അത് കേട്ടപാടെ നബി 70 ഹാഫിളുകളെ ആട്ടിപ്പിടിച്ചിട്ട് പോലെ പറഞ്ഞയച്ചു. ഒരു ബിർ മൗന എന്ന സ്ഥലത്തെത്തിയപ്പോൾ 70 എണ്ണത്തിനാണ്ട് കാച്ചി. അള്ളയും മലക്കളും അതും അറിഞ്ഞില്ല. അങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ട് നബി 1 മാസക്കാലം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞു. കരയായിരുന്നു 1 മാസക്കാലം. 70 ആളെ കൊണ്ടേ ചതിച്ചു കൊന്നതിന്. എവിടെയായിരുന്നു അള്ളയും മലക്കളും?
എന്നിട്ട് അവസാനം വഞ്ചനാപരമായ ആ സംഭവം തിരുമേനിയെ അത്യന്തം ദുഃഖിപ്പിച്ചു. അവസാനം തിരുമേനി കരച്ചിൽ മാറ്റണില്ല എന്നുണ്ടപ്പോ അള്ളാഹു ആയത്തൊന്നും ഇറക്കിയില്ല, പക്ഷെ ആ പോയോരായത്തിറക്കി. ഈ 70 ആളും കൂടെ അവിടുന്ന് ഒരായത്തിറക്കി. എന്താ ആയത്തെന്നറിയോ? ഞങ്ങൾ സ്വന്തം നാഥനെ കണ്ടുമുട്ടിക്കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ട് അവൻ ഞങ്ങളെക്കുറിച്ചും ഞങ്ങൾ അവനെക്കുറിച്ചും സംതൃപ്തരായിരിക്കുന്നു. ഇത് അള്ളാന്റെ ആയത്തല്ല കേട്ടോ. ഇത് പോയ ആൾക്കാർ പറയാണ് ഞങ്ങൾ അള്ളാനെ കണ്ടിരിക്കണം, അള്ളാഹ്ക്കും സന്തോഷമായിക്കണം, ഞങ്ങൾക്കും സന്തോഷമായിക്കണം, നിങ്ങൾ ബേജാറാവുണ്ടായെന്ന്. ഈ പോയോരിറക്കിയ ആയത്ത്, ആ ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു, കുറെ കാലം ഓതിയിരുന്നു. പക്ഷേ ഉസ്മാൻ ക്രോഡീകരിച്ചപ്പോൾ ആട് നിന്ന കൂട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അന്ന് നബി നടത്തിയിരുന്ന പ്രാർത്ഥനയാണ്, കരഞ്ഞുകൊണ്ട് നടത്തിയിരുന്ന പ്രാർത്ഥനയാണ് സുന്നികള് സുബൈ നിസ്കാരത്തിൽ ഓതുന്ന കുനൂത്ത്. മുജാഹിദുകൾ ഓതാൻ പാടില്ല എന്ന് പറയണ, സുന്നികൾ ഓതണം എന്ന് പറയണ ആ സാധനം അന്ന് നബി ഓതിയിരുന്ന, അങ്ങനെയല്ലേ അബ്ദുൽ മാഷെ ഓതിയിരുന്ന പ്രാർത്ഥനയാണ് കുനൂത്ത് എന്നാണ് പറയുന്നത്. പിന്നെ അബൂ സുഫിയാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ചാരനെ പറഞ്ഞയച്ചു. അയാളൊരു മടയിൽ ഒളിച്ചിരുന്നു. അബൂ സുഫിയാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു മടയിൽ ഒളിച്ചിരുന്നു. അബൂ സുഫിയാൻ ഇങ്ങനെ ഒരു ഇരുട്ടത്ത് പോകുന്നുണ്ടപ്പോൾ മൂപ്പര് പോയിട്ട് വെട്ടിക്കൊന്നു. പക്ഷെ കൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് കൊന്നത് അബൂ സുഫിയാൻ അല്ല, വേറൊരാളാണെന്ന് മനസ്സിലായി. അങ്ങനെ ആള് മാറിക്കൊന്ന് തിരിച്ച് പോന്ന കഥയാണ്. ഇനി ബനു നളീർ ഗോത്രത്തെ ഹിജ്റ 4 റബീഉൽ അവ്വലിൽ ആക്രമിച്ചു. 15 ദിവസം ആ ഗോത്രത്തെ ഉപരോധിച്ചുകൊണ്ട് വളഞ്ഞിട്ടും അവർ കീഴടങ്ങാതിരുന്നപ്പോൾ അവരുടെ കൃഷിത്തോട്ടങ്ങളിൽ കയറി അവരുടെ ഈത്തപ്പനകളെല്ലാം വെട്ടി വീഴ്ത്താൻ തുടങ്ങി. അവസാനം അവർക്ക് ഗത്യന്തരമില്ലാതെ എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് നാട് വിട്ടുപോയി. അവരുടെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കി. കൃഷി നശിപ്പിച്ചതിന് അള്ളാഹു ആയത്തിറക്കി ന്യായീകരിച്ചു. അതിനെക്കുറിച്ചുള്ള ബുഖാരി ഹദീസാണിത്. ബനു നദീർ ഗോത്രക്കാരുടെ വക ഈത്തപ്പനത്തോട്ടം തീ വെച്ച് നശിപ്പിച്ചു. ബുവൈറായിലുണ്ടായിരുന്ന ഈത്തപ്പന വൃക്ഷങ്ങൾ മുറിച്ചു കളഞ്ഞു. അപ്പോഴാണ് ഈ ഖുർആൻ വാക്യം അവതരിച്ചത്. നിങ്ങൾ ചില ഈത്തപ്പന വൃക്ഷങ്ങൾ മുറിച്ചു കളയുകയോ അല്ലെങ്കിൽ ചിലത് മുറിക്കാതെ വിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുമതി അനുസരിച്ച് മാത്രമാണ് അങ്ങനെ ചെയ്തത്, ധിക്കാരികളെ നിന്ദ്യരാക്കി തീർക്കുവാൻ വേണ്ടി. അങ്ങനെ കൃഷിത്തോട്ടം നശിപ്പിക്കുന്നതും അള്ളാന്റെ അനുവാദത്തോടുകൂടി ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു. ആ നാട് വിട്ട യഹൂദികളുടെ സ്വത്തുക്കൾ ഗനീമത്തായി കണ്ടെടുക്കപ്പെട്ടു. 50 പടയങ്കി, 50 തൊപ്പി, 240 വാള് എന്നീ ആയുധങ്ങൾ ആ സംഭവത്തിൽ ലഭിച്ചു. ബനു നദീർ ഗോത്രക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത ഗനീമത്ത് മുതല് എന്താ ചെയ്തത് എന്ന് ബുഖാരിയിൽ ഹദീസുണ്ട്. ഒന്നിൽ കൂടുതൽ ഹദീസുകൾ ബുഖാരിയിൽ കാണാം. അതിലൊന്നാണത്. ആ സ്വത്തുക്കളുടെ വരുമാനം, കാരണം അവിടെ യുദ്ധം നടന്നിട്ടില്ല, അവരിങ്ങനെ വളഞ്ഞു നിന്നിട്ടേ ഉള്ളൂ, വാളുകൊണ്ട് വെട്ടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് കിട്ടിയ മുതൽ മുഴുവൻ അള്ളെടുത്തിട്ട് നബീന്റെ ഭാര്യമാർക്കും കുട്ടികൾക്കും ഒരു കൊല്ലത്തെ, കുട്ടികളില്ല ഭാര്യമാർക്ക് ഒരു കൊല്ലം, നബീന്റെ ഭാര്യമാർക്കൊക്കെ പാടെ ഒരു കൊല്ലം ചെലവിന് കൊടുക്കണം. എത്ര കാലം മുതൽ വേണ്ടി വരും നിങ്ങളൊന്ന് ആലോചിച്ചു. കൊടുത്തു എന്നാണ് ബുഖാരിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. തിരുമേനി ബനു നദീർ ഗോത്രക്കാരുടെ പക്കൽ നിന്ന് കിട്ടിയ തോട്ടം വിൽക്കുകയും തന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കി വെക്കുകയും ചെയ്യുമായിരുന്നു. അതില് സ്വത്തുണ്ട് ഓരി വെച്ചപ്പോ ഓരോരുത്തർക്ക് കിട്ടിയ സ്വത്തിന്റെ കണക്കാണ് ഈ പറഞ്ഞത്. 3 പേർക്കും കൂടെ കിട്ടിയ അതിലുള്ള 3 പേര് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. വാളുകൊണ്ട് ആരൊക്കെ വെട്ടിക്കൊന്നിരുന്നു. ആ 3 പേർക്ക് കിട്ടിയ ഓഹരിന്റെ കണക്കാണിത്. 3 പേരുടെ സ്വത്തുക്കൾ മാത്രം 600 ഒട്ടകങ്ങൾക്ക് വഹിപ്പാനുള്ളതുണ്ടായിരുന്നു. 3 ആൾക്ക് മാത്രം കിട്ടിയ മുതല് 600 ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള മുതലുണ്ടായിരുന്നു. അപ്പൊ അവരെത്ര സ്വത്ത് കിട്ടിയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കാം. ഇനി ഗത്തുഫാൻ ഗോത്രത്തിന് നേരെ 1000 സഹാബിമാരോടുകൂടി തിരുമേനി ദൗമത്തുൽ ജന്തൽ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയുള്ള ഒരു സ്ഥലമാണ്, ഏതാണ്ട് സിറിയയുടെ അടുത്ത് വരുന്ന സ്ഥലമാണ്. അവിടെ പോവുകയും അവിടെ കാലികളെ മേച്ചുകൊണ്ടിരുന്നവരെ പിടികൂടുകയും അവരൊന്നടങ്കം നാട് വിട്ടുപോവുകയും അവിടെ കണ്ടുകിട്ടിയ എല്ലാ സാധനങ്ങളും പിടിച്ചുകൊണ്ട് പോരുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെയാണ് ഇനി തുടരുന്നത്. ഞാൻ വായിക്കുന്നില്ല, ഞാൻ അത് ഇനി സ്കിപ്പ് ചെയ്ത് പോവാണ്. ബനു മുസ്തലക്ക് പറയണം, അത് പറയേണ്ട ഒരു രസമുള്ള കഥയാണ്. അതുകൊണ്ട് അതുകൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാം. ബനു മുസ്തലക്ക് എന്ന് പറയുന്ന ജൂതഗോത്രത്തെ കുറിച്ച് കൊള്ളയടിക്കാൻ പോയ കഥ ബുഖാരിയിലെ ഹദീസാണത്. ബനു മുസ്തലക്ക് ഗോത്രക്കാർ അശ്രദ്ധരായി കഴിഞ്ഞുകൂടുകയായിരുന്ന സന്ദർഭത്തിൽ തിരുമേനി അവരെ ആക്രമിച്ചു. അവരുടെ ഒട്ടകങ്ങൾ അരുവിയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അവരുടെ കൂട്ടത്തിലെ യോദ്ധാക്കളെ വധിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. അന്നാണ് ജുവൈരിയ തിരുമേനിയുടെ അധീനതയിൽ വന്നത്. ഈ ജൂതഗോത്രത്തെ സുപ്രഭാതത്തിൽ പോയി വളഞ്ഞ്, പൊടുന്നനെ അശ്രദ്ധരായിരിക്കുന്ന സമയത്ത് പോയി വളഞ്ഞ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു. അവരുടെ സ്ത്രീകളെയും കുട്ടികളെല്ലാം അടിമകളാക്കി പിടിച്ചു. അങ്ങനെ പിടിച്ച കൂട്ടത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവിടുത്തെ ഗോത്രത്തലവന്റെ മകളും അവിടുത്തെ ഒരു പ്രമാണിയുടെ ഭാര്യയുമായിരുന്ന ജുവൈരിയ എന്ന് പറയുന്ന സുന്ദരിയായ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയെ നബി സ്വന്തമാക്കി. അങ്ങനെ ഈ സുന്ദരിയായ ജുവൈരിയെ സ്വന്തമായി കിട്ടിയപ്പോ അങ്ങോട്ട് പോയപ്പോ കൂടെ കൊണ്ടുപോയിരുന്ന ആയിഷ എന്ന നബിയുടെ ഇഷ്ടപ്പെട്ട ഭാര്യയെ നബി മറന്നുപോയി. പുതിയ പെണ്ണിനെ കിട്ടിയപ്പോ അദ്ദേഹം പഴയ കൂടെ കൊണ്ടുപോയിരുന്ന ആയിഷയെ മറന്നുപോവുകയും ആയിഷ ആ പട്ടാളക്കാരെ തിരിച്ചു വരുമ്പോ വഴിയിൽ മുങ്ങുകയും ചെയ്തു. മുങ്ങിയിട്ട് സഫ്വാൻ എന്ന് പറയുന്ന വേറൊരു ചെറുപ്പക്കാരന്റെ കൂടെ രാത്രി ഒറ്റയ്ക്ക് ഓന്റെ വണ്ടി പറഞ്ഞാൽ ഓന്റെ ഓട്ടോറിക്ഷ ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്ത് പിറ്റേന്ന് പകല് സമയത്ത് 2 ദിവസം 2 രാത്രി എന്നും പറയുന്നുണ്ട്, 1 രാത്രി എന്നൊക്കെ പറയുന്നുണ്ട്. പിറ്റേന്ന് മദീനയിൽ തിരിച്ചെത്തി ഇവര് രണ്ടാളും കൂടെ വരുന്നത് കണ്ടപ്പോഴാണ് ആയിഷ മുങ്ങിയ കാര്യം നാട്ടുകാരറിയുന്നത്. പിന്നെ ഭയങ്കര ബഹളായി. ആയിഷക്കെതിരായിട്ട് ഭയങ്കര വ്യഭിചാര കുറ്റവും ആരോപണങ്ങളും സംഭവങ്ങളും. പിന്നെ മാസങ്ങളോളം ഇസ്ലാമിന്റെ ചരിത്രം ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. അതിനൊരുപാട് ആയത്തിറക്കി അടങ്ങാറായി. അവസാനം അലിയൊക്കെ ഈ ആയിഷയുടെ വിരുദ്ധപക്ഷത്തായിരുന്നു എന്നാണ് പറയുന്നത്. അത് കാരണം സത്യത്തിൽ അവിടെ നിന്നാണ് അലിയും ആയിഷയും തമ്മിലുള്ള ശത്രുത ആരംഭിക്കുന്നത്. ഇന്നും സിറിയയിലും ഇറാഖിലും ഇറാനിലുമൊക്കെ സുന്നി പള്ളിയിൽ ഷിയ പോയിട്ടും ഷിയ പള്ളിയിൽ സുന്നി പോയിട്ടും പൊട്ടിത്തെറിച്ച് മരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഈ ആയിഷ പറ്റിച്ച പണിയാണ്. ഈ സഫ്വാന്റെ കൂടെ പോയത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളിൽ അലി മറുപക്ഷത്താവുകയും ആയിഷയും അലിയും ശത്രുക്കളാവുകയും ആ ശത്രുത അവിടെ ആരംഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് സുന്നി ഷിയ പക്ഷമായിട്ട് പിന്നീട് ഈ ഇസ്ലാം മതം മാറിപ്പോകുന്നത് എന്നതാണ് ചരിത്രം. അതാണ് ബനു മുസ്തലഖ് ഗോത്രത്തിന്റെ കഥ. ബനു മുസ്തലഖ് ഗോത്രത്തിൽ പിടിച്ചെടുത്ത സ്ത്രീകളെ ആ യുദ്ധപ്പറമ്പിൽ വെച്ച് തന്നെ ആ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ച് തിരുമേനിയോട് സഹാബികൾ ചോദിക്കുന്നതും അങ്ങനെ ബലാത്സംഗം ചെയ്യുമ്പോൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അന്നത്തെ കുടുംബാസൂത്രണ മാർഗമായ അസ്ല് ചെയ്യാൻ അനുവാദം ചോദിക്കുന്നതും അപ്പൊ നബി മറുപടി പറയുന്നതുമായ ഹദീസാണ്, ബുഖാരി ഹദീസാണ് ഈ കാണുന്നത്. അസ്ല് ചെയ്തോട്ടെ ഞങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, അള്ളാഹ് വിചാരിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി കൊടുത്തു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോ യുദ്ധപ്പറമ്പിൽ വെച്ച് തന്നെ തടവുകാരായി പിടിച്ച സ്ത്രീകളെ അന്ന് ഈ സഹാബികൾ ലൈംഗികമായി ചൂഷണത്തിന് ഉപയോഗിച്ചിരുന്നു. അതാണ് ഇപ്പോ യസീദി പെൺകുട്ടികളെ മുഴുവൻ IS ഇപ്പോൾ ചെയ്യുന്നത്. ഈ പ്രവാചകന്റെ സുന്നത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടിയാ. പിന്നെ കന്തക്ക് യുദ്ധം, കിടങ്ങ് കുഴിച്ച് രക്ഷപ്പെട്ട യുദ്ധം, യുദ്ധം നടക്കാതെ പോയി. കുറെ ദിവസം മഴ പെയ്തു, അങ്ങനെ തിരിച്ചുപോയി എന്നൊക്കെ പറയുന്ന കഥയുണ്ട്. അത് കഴിഞ്ഞ് ബനു ഖുറൈദ ഇസ്ലാം ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സംഭവമാണിത്. ഇത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ബനു ഖുറൈദ എന്ന് പറയുന്ന ഗോത്രത്തെ കീഴടക്കിയ ശേഷം ആ ഗോത്രത്തിലുണ്ടായിരുന്ന 1000-ഓളം മനുഷ്യരെ ഒരു വലിയ കിടങ്ങ് കുഴിച്ചിട്ട് ആ കിടങ്ങിലേക്ക് വെട്ടിയിട്ടു, മണ്ണിട്ട് മൂടി എന്നാണ് പറയുന്നത്. 1000-ഓളം മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ആ ഗോത്രത്തെ വേരറുത്ത് കളയുകയാണ് ചെയ്തത് എന്നാണ് ഈ സംഭവം പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് വായിക്കാം. ഞാനിപ്പോൾ ഇത്രയും ഇനി അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നീട് ഇങ്ങനെ ഒരുപാട് 90ഓളം സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. 90ഓളം സംഭവങ്ങൾ എല്ലാം ഇതുപോലെ കൊള്ള ചെയ്യാൻ വേണ്ടി പോയതാണ്. അവസാനം ഒരു ചതിക്കരാറിലൂടെ മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയും ആ മക്കക്കാരുമായിട്ട് ഹുദൈബിയ ഉടമ്പടി എന്ന് പറയുന്ന ഒരു 10 കൊല്ലത്തേക്ക് അവരെ നിരായുധരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ആ ഉടമ്പടി ആ കൊല്ലം തന്നെ ലംഘിച്ചുകൊണ്ട് അവരെ കൊള്ളയടിക്കുകയും ഉടമ്പടി നടത്തിയതിന്റെ 2ാമത്തെ വർഷം 50,000 സൈന്യത്തെയും കൊണ്ട് മക്കയിലേക്ക് മാർച്ച് ചെയ്ത് മക്ക സമ്പൂർണമായി കീഴടക്കുകയും ചെയ്തു. അങ്ങനെ മക്ക കീഴടക്കിയതോടുകൂടി ഏതാണ്ട്
ആ അറേബ്യ എന്ന് പറയുന്ന മുഴുവൻ പ്രദേശവും മുഹമ്മദിന്റെ അധീനതയിൽ വരികയും ചെയ്തു. മക്ക കീഴടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അക്കബ ഉടമ്പടിയും ലംഘിക്കുന്ന കഥയാണ് പിന്നെ പറയുന്നത്. എന്താണ് അക്കബ ഉടമ്പടി? മദീനക്കാരായ ഗോത്രക്കാരും മുഹമ്മദും തമ്മിൽ ഹിജ്റ പോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നത്, ഞങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളും നിങ്ങളും ഒരേ കുടുംബം പോലെ എല്ലാം സമമായി വീതിച്ചുകൊണ്ട് ഒരുമിച്ച് കഴിയും, പരസ്പരം സഹകരിക്കുമെന്നതായിരുന്നു കരാറ്. കിട്ടുന്ന മുതൽ തുല്യമായി പങ്കുവെക്കും, എല്ലാവർക്കും ഒരുപോലെ പങ്കുവെക്കുമെന്നായിരുന്നു കരാറ്. പിന്നെ ഈ ചെല്ലുന്ന ആളുകളെ ഓരോ വീട്ടിലും ദത്തു സഹോദരന്മാരായി അവർ സ്വീകരിക്കുമെന്നും അങ്ങനെ സ്വീകരിക്കുന്ന കുടുംബങ്ങളുടെ സ്വത്തുക്കൾ ഇവർക്ക് കൂടി തുല്യ അവകാശം നൽകുമെന്നും ഒക്കെ ഈ കരാറിലുണ്ടായിരുന്നു. 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യനെ ചെല്ലുന്ന മുഹാജിറിന് കൊടുക്കുക പോലും ചെയ്തിരുന്നു എന്ന് പറയുന്നു. അത്രയ്ക്ക് തുല്യത പാലിച്ചുകൊണ്ടുള്ള കരാറായിരുന്നു. പക്ഷെ മക്ക കീഴടക്കി കഴിഞ്ഞതോടുകൂടി പിന്നെ കിട്ടുന്ന സ്വത്ത് മുഴുവൻ മക്കക്കാർക്ക് മാത്രം കൊടുത്തുകൊണ്ട് മദീനക്കാരെ ചതിക്കുന്ന കഥയാണ് പിന്നെ വരുന്നത്. അതിനെതിരായിട്ട് വലിയ കലാപങ്ങൾ നടന്നതായിട്ടും മുഹമ്മദ് നബിയെ മദീനക്കാര് കയ്യേറ്റം ചെയ്യുന്നതായിട്ടും ഒക്കെ ഈ മുതൽ ഊരി വെക്കുമ്പോൾ അനീതി കാണിച്ചു, സ്വജനപക്ഷപാതം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കലാപം നടക്കുന്നതായിട്ട് ഹദീസിലും ഈ കിതാബിലും വിശദീകരിക്കുന്നുണ്ട്. ഈ ഹുനൈൻ യുദ്ധത്തിലെ ഒരു കഥയാണ്. ഹുനൈൻ യുദ്ധത്തിലെ സുന്ദരികളായ സ്ത്രീകളെല്ലാം തടവുകാരായി പിടിച്ചപ്പോൾ ആ സ്ത്രീകളുടെ കൂടെ അവരുടെ ഭർത്താക്കന്മാരെയും തടവുകാരായി പിടിച്ചിരുന്നു. അപ്പൊ സഹാബിമാർക്ക് ഒരു സംശയം, ഭർത്താക്കന്മാരും ഭാര്യമാരും കൂടെ തടവുകാരായി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭർത്താവുള്ള സ്ത്രീകളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള, അത് മോശമല്ലേ എന്നുള്ള ഒരു സംശയം സഹാബികളിൽ ചിലർ പ്രവാചകന്റെ അടുത്ത് ഉന്നയിച്ചു. അപ്പോൾ പ്രവാചകൻ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 24-ാം സൂക്തം ഓതിക്കൊണ്ട് അത് കുഴപ്പമില്ല, ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭർത്താവുണ്ടെങ്കിലും യുദ്ധത്തടവുകാരായ സ്ത്രീകൾ നിങ്ങൾക്ക് ഹലാലാണ് എന്ന ആയത്ത് ഖുർആനിൽ ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് തടവുകാരായി പിടിച്ചാൽ ആ ഭർത്താവിന്റെ മുന്നിലിട്ട് ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ അനുവാദം കൊടുത്തുകൊണ്ട് വെളിപാടിറക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാണ്. എന്താണ് ധാർമ്മികത? ആലോചിച്ച് നോക്ക്. ഏതാണ്ട് ഇതായിരുന്നു ആ കാലത്തെ, അതായത് നബിയുടെ ജീവിതകാലത്തെ അറേബ്യയുടെ ഒരു രൂപം. ഈ അറേബ്യ അന്ന് ഒരു സാമ്രാജ്യത്തിൻ്റെയും ഭരണത്തിന് കീഴിലായിരുന്നില്ല. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മരുഭൂമിയായിരുന്നു ഈ അറേബ്യ ഉപഭൂഖണ്ഡം മുഴുവനും. എന്നാൽ അതിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്ത് പേർഷ്യൻ ഭൂഖണ്ഡവും ബൈസന്റൈൻ റോമാ സാമ്രാജ്യവും ബൈസന്റൈൻ സാമ്രാജ്യവും ഒക്കെ ഉണ്ട്. അവരുടെ ഒന്നും അധീനതയിലല്ലാതെ വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനങ്ങളോ രാഷ്ട്രങ്ങളോ രാജ്യങ്ങളോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊച്ചു കൊച്ചു ഗോത്രങ്ങളായി അങ്ങിങ്ങായി പരന്നു കിടന്നിരുന്ന കൊച്ചു കൊച്ചു ഗോത്രങ്ങളായിരുന്നു അന്ന് അറേബ്യയിലുണ്ടായിരുന്നത്. ഓരോ ഗോത്രത്തിനും അവരവരുടെ ഗോത്രത്തിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും അല്ലാതെ ഒരു പൊതുവായ യാതൊരു വ്യവസ്ഥയും രാജ്യവും ഒന്നും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടന്ന കൊച്ചു കൊച്ചു അറബ് ഗോത്രങ്ങളെ മുഴുവനും ഈ ഒരു 8-10 വർഷം കൊണ്ട് 8 വർഷം കൊണ്ട് തന്നെ കീഴടക്കി അറേബ്യ മൊത്തം ഒരു മുഹമ്മദൻ സാമ്രാജ്യമായിട്ട് ഈ 8 വർഷം കൊണ്ട് മാറ്റാൻ കഴിയും. അതാണ് ഇസ്ലാമിൻ്റെ വാളേന്തിയ ചരിത്രം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുക, ഇതിനകത്ത് മുഹമ്മദ് കീഴടക്കിയ സ്ഥലങ്ങളാണ് ആ ഇരുണ്ട ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുള്ള പ്രദേശങ്ങൾ, അറേബ്യ ഉപഭൂഖണ്ഡം മുഴുവനും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത 4 ഖലീഫമാരുടെ കാലത്ത് കീഴടക്കിയ പ്രദേശങ്ങളാണ് ആഫ്രിക്കയുടെ ഏകദേശം ഉത്തരഭാഗത്തുള്ള കുറേ ഭാഗങ്ങളും ഇപ്പുറത്ത് ഈ പേർഷ്യയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന ഈ ഭാഗം 4 ഖലീഫമാരുടെ കാലത്ത് ഇതുപോലെ അധിനിവേശം ചെയ്ത് കീഴടക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ള ഭാഗം പിന്നീടുള്ള ഒരു 100 കൊല്ലത്തിൻ്റെ, ഒരു 50-60 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ ഉമയ്യ ഭരണകാലത്ത് പിടിച്ച സ്ഥലങ്ങളാണ്. ഏതാണ്ട് നബിയുടെ മരണശേഷം 100 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ
നോക്കൂ, നമ്മുടെ ഇന്ത്യയുടെ ഗുജറാത്തിന്റെ ഒരു ഭാഗം മുതൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആ ഭാഗം എല്ലാം പോയിട്ട് ഇപ്പുറത്ത് യൂറോപ്പിന്റെ ഭാഗമായ സ്പെയിൻ അടക്കം, അതും പിന്നീട് ചൈനയുടെ ഒരു ഭാഗം വരെയും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. അന്ന് ലോകത്തെ ഏറ്റവും വികസിച്ചു കിടന്ന സാമ്രാജ്യങ്ങളിൽ ഒരു സാമ്രാജ്യമായിട്ട് ഈ 100 കൊല്ലം കൊണ്ട് ഇസ്ലാം സാമ്രാജ്യം വികസിച്ചു. ഇതാണ് രാഷ്ട്രീയ ചരിത്രം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയാം. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സാധാരണ വിശ്വാസികൾ, ഇപ്പൊ ഞാൻ ഈ വായിച്ച ചരിത്രം ഏകദേശം പകുതിയെ ഞാൻ വായിച്ചിട്ടുള്ളൂ. ബാക്കി പകുതിയിൽ ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണുള്ളത്. എല്ലാം ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് വായന ഒഴിവാക്കിയതാണ്, സമയക്കുറവുകൊണ്ട്. ഇതെല്ലാം വായിച്ചു കേൾപ്പിക്കുമ്പോൾ മുസ്ലിം മതവിശ്വാസികളുടെ മനസ്സ് പറയുന്നത് ഞങ്ങളെ ഇസ്ലാം ഇങ്ങനെയല്ല. പക്ഷേ ആ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ചരിത്ര പുരുഷന്മാരും എല്ലാ ചരിത്ര നായകന്മാരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിലല്ല, ഈ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന ഈ തൊട്ടു മുമ്പത്തെ നൂറ്റാണ്ട് വരെയും ലോകത്തെല്ലായിടത്തും ഇവരൊക്കെ ഇങ്ങനെ തന്നെയായി. ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള എല്ലാ മഹാരഥന്മാരും ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹവും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മളെ നബി മഹാമോശക്കാരനാണ് എന്ന് വിചാരിച്ച് ബേജാറാവണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാ സാമ്രാജ്യ നായകന്മാരും ചെയ്തത് മാത്രമേ ഇദ്ദേഹവും ചെയ്തിട്ടുള്ളൂ എങ്കിൽ അദ്ദേഹം ആ ചെയ്തികൾക്ക് ഒരു മതത്തെയും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ആയത്തുകൾ ഇറക്കി കൊടുക്കുന്ന ഒരു കുട്ടി ദൈവത്തെയും പ്രയോജനപ്പെടുത്തി എന്നതാണ് വ്യത്യാസം. ആ ദൈവത്തിന്റെ പേരിൽ അന്ന് അദ്ദേഹത്തിന് കൊള്ള ചെയ്യാനും അദ്ദേഹത്തിന് സാമ്രാജ്യം വികസിപ്പിക്കാനും മറ്റു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വരെയും അദ്ദേഹം മൊഴിഞ്ഞുകൊണ്ടിരുന്ന വെളിപാടുകളാണ് നമ്മൾ ഇന്ന് ഭക്തിപൂർവം ഓതിക്കൊണ്ടിരിക്കുന്ന ഈ കിതാബിന്റെ, ഖുർആൻ എന്ന കിതാബിന്റെ ഉള്ളടക്കം എന്ന് അത് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ 99% വിശ്വാസികളും ഖുർആൻ വായിച്ചിട്ടില്ല, ഹദീസ് വായിച്ചിട്ടില്ല, ഈ ചരിത്രം വായിച്ചിട്ടില്ല, ഇസ്ലാമിന്റെ ഒരു പ്രമാണവും വായിച്ചിട്ടില്ല. മറിച്ച് മദ്രസാ പുസ്തകങ്ങൾ, ലഘുലേഖകൾ പോലെ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന മദ്രസാ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ ഉപരിപ്ലവമായ അറിവും ഈ കാലത്ത് പെയിന്റടിച്ച് വെളുപ്പിച്ച് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന നുണകളും മാത്രം കേട്ടിട്ടാണ് ഈ മതത്തിൽ നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ചരിത്രം പഠിക്കുന്നില്ല, ഖുർആൻ പഠിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, തുമ്മിയാൽ എന്താണ് ചൊല്ലേണ്ടത്, കക്കൂസിക്ക് കയറുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്, ഇറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ട് അതനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോവുകയാണ് ലിയാഖത്ത് പറഞ്ഞ മാതിരി സ്വർഗത്തിലെത്താൻ. പക്ഷെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ലിയാഖത്തിന് പറ്റിയ സൂക്കേട്, എനിക്ക് പറ്റിയ സൂക്കേട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, യാതൊരു തർക്കവുമില്ല. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രത്തിൽ നിന്ന് നിങ്ങളെ വായിച്ച് ബോറടിപ്പിച്ചത്. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും അതൊക്കെ മൂപ്പര് നുണ പറഞ്ഞതാണെന്ന്. അതുകൊണ്ട് എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറയേണ്ടതില്ല. എല്ലാവരുടെ ഇസ്ലാമും ഇങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ചരിത്രബോധത്തോടുകൂടി ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഇതിൻ്റെ ഒന്നും പിന്നിൽ ഒരു ദൈവവുമില്ല, ഒരു മാലക്കുമില്ല, ഒരു മണ്ണാകട്ടയുമില്ല. ഇതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള കഥകൾ മാത്രമാണ്, വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാകൂ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.